എല്ലാ രോഗങ്ങൾക്കും ചികിത്സയുണ്ടോ? ഉണ്ടോ? ഇല്ല. മരണം ഇതിനൊരു ഭാഗമുണ്ട് അല്ലേ? നമുക്ക് നമ്മുടെ കഴിവനുസരിച്ചോ നമ്മൾ പഠിച്ച പാഠങ്ങളനുസരിച്ചോ നമ്മുടെ സിസ്റ്റം അനുസരിച്ചോ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഒരു പരിധിവരെ രോഗിയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഒരു ഹെൽത്ത് കെയർ ടീമോ ഒരു ക്ലിനിക്കൽ ടീമോ നടത്തുന്നത്. 100% മരിക്കില്ല, ഇവിടെ മരണമില്ലാത്ത ആശുപത്രി ഇല്ല എന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. എല്ലാ ആശുപത്രിയിലും മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ രോഗത്തിൻ്റെ കാഠിന്യം അനുസരിച്ച് ചികിത്സാ രീതികൾ ഇനി ചെയ്യാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥകളുമുണ്ട് അല്ലേ? അപ്പോൾ ഈ നിസ്സഹായ അവസ്ഥയും ഈ ചികിത്സയിൽ ഉണ്ടാകുന്ന ഔട്ട്കമും രോഗിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ജോലി നമ്മുടെയാണ്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയാണ്. ഇനി മനസ്സിലാവുന്നില്ലാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ അവർക്ക് അഡ്വൈസസ് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ, നിങ്ങൾ പൂർണ്ണ മനസ്സുകൊണ്ട് മാത്രമാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ, ഇതിൽ 5% സാധ്യതയേ ഉള്ളൂ എന്ന് പൂർണ്ണമായിട്ട് ബോധ്യപ്പെടുത്തുന്ന ഉത്തരവാദിത്വം നമ്മളെയാണ്. അപ്പോൾ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ശരി, അത് സർക്കാരാവട്ടെ പ്രൈവറ്റ് ആവട്ടെ, വർക്ക് ചെയ്യുന്ന നിങ്ങളെപ്പോലെ ഓരോരുത്തർ മനസ്സുകൊണ്ട് വിചാരിച്ച് എനിക്കിതിൽ മാറ്റം കൊണ്ടുവരണം, എനിക്ക് എൻ്റെ രോഗി സന്തുഷ്ടനാക്കണം, എൻ്റെ രോഗി സംതൃപ്തനാക്കണം, ഇതൊരു അക്രമ സ്ഥലമല്ല, ഇതൊരു രോഗി ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നത് നമ്മൾ ഓരോരുത്തരാണ്. അപ്പം ഒരു സംഘർഷം നടക്കുമ്പോൾ ഒരു 10% 20% കോൺട്രിബ്യൂട്ടർ നമ്മളുമായിരിക്കും ആ സംഘർഷത്തിൽ അല്ലേ? അവരെ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു ഫാക്ടർ എപ്പോഴും നമ്മളിൽ ഉണ്ടാകും. അത് നമ്മൾ കറക്റ്റ് ചെയ്യപ്പെടണം. കറക്റ്റ് ചെയ്യപ്പെടൽ നമ്മുടെയും കൂടെ ആവശ്യമാണ്.